ഇനിയിപ്പോ സീരിയലിന്റെ വരാനിരിക്കുന്ന എപ്പിസോഡിന്റെ വിശേഷമാണ് കേട്ടോ പറയാൻ വേണ്ടി പോകുന്നത്. സച്ചി മന്ത്രിച്ചു കൊണ്ടെന്നു പറഞ്ഞിട്ട് പൂജാമുറിയിൽ വെച്ചിരിക്കുന്ന ആ നാരങ്ങയുണ്ടല്ലോ, സുധി കണ്ണടയ്ക്കുമ്പോഴൊക്കെ ആ നാരങ്ങയാണ് മനസ്സിലേക്ക് വരുന്നത്. കണ്ണടച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ ആ നാരങ്ങയാണല്ലോ എന്റെ മനസ്സിലേക്ക് കയറി വരുന്നത്. ഇനി നേരം വെളുക്കുന്നതിന് മുമ്പായിട്ട് തനിക്ക് എന്തെങ്കിലും സംഭവിക്കോ അതോ ഇപ്പൊ തന്നെ എന്തെങ്കിലും സംഭവിച്ചോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കണ്ണാടിയിലൊക്കെ ചെന്ന് നോക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ സുധി. ഇന്നലെ നമ്മൾ ഇതുവരെ ആയിരുന്നു പറഞ്ഞ് അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ആ എപ്പിസോഡിന്റെ വിശേഷങ്ങൾ കേൾക്കാത്തവർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ അയക്കാം, അതുപോലെ പിൻ കമന്റ് ആയി കൊടുക്കാം കേട്ടോ. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് എല്ലാവരും ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്ത് കാണാൻ വേണ്ടി ശ്രമിക്കണേ. കണ്ണാടിയിൽ നോക്കി ശ്രുതിക്കാണെന്നുണ്ടെങ്കിൽ തന്റെ മുഖം ഒരു വശത്തേക്ക് കൂടിയതുപോലെ തോന്നുകയും ഓടി ചെന്നിട്ട് ഉറങ്ങിക്കിടക്കുന്ന ശ്രുതിയെ വിളിച്ചുണർത്തുവാണ്. ദേഷ്യപ്പെട്ട് എണീറ്റ ശ്രുതി തനിക്ക് ഉറക്കം വരുന്നുണ്ട് എന്നും എന്നെ ശല്യം ചെയ്യരുതെന്നൊക്കെ പറയുന്നുണ്ട്. ശ്രുതി, നീ ഒരു കാര്യം നോക്കിയേ, എന്റെ മുഖം ഒരു വശത്തേക്ക് കോടിപ്പോയോ എന്ന്. ഈ കാര്യം ചോദിച്ചിട്ട് ശ്രുതി എന്റെ അടുത്ത് 4ാമത്തെ തവണയാണ് ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന എന്നെ വിളിച്ചുണർത്തുന്നത്. നാളെ എനിക്കൊരു ക്ലയന്റിനെ പോയി കാണാനുള്ളതാണ്. ശ്രുതിയുടെ പ്രശ്നം എന്താന്നൊക്കെ ചോദിക്കുമ്പോൾ എനിക്ക് ഉറക്കം വരുന്നില്ല, കണ്ണടയ്ക്കുമ്പോഴേക്കും ആ നാരങ്ങയാണ് കൺമുമ്പിൽ വരുന്നത്. അതുമാത്രമല്ല ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് എന്റെ വായ ഒരു വശത്തേക്ക് പോകുമോ എന്ന ഭയവും എനിക്കുണ്ട്. ഇതൊക്കെ സ്വർണ്ണം എടുത്തിട്ട് കളിക്കുന്ന സമയത്ത് ആലോചിക്കണമായിരുന്നു. നിന്റെ അനിയൻ ലൂസ് പോലെ എന്തൊക്കെയോ അവിടെ ചെയ്യുന്നുണ്ടെന്ന് വിചാരിച്ചിട്ട് അത് കണ്ട് ഭയന്നിട്ട് നീ എന്തിനാ എന്റെ ഉറക്കം കെടുത്തുന്നത്? സുധിയെ ഇതുപോലെ ഭയപ്പെടുത്തിയിട്ട് സത്യം പറയിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അവൻ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ പോയാൽ സുധി തന്നെ അവിടെ ചെന്നിട്ട് എല്ലാ സത്യങ്ങളും പറയുന്നാണല്ലോ തോന്നുന്നത്. സുധി ഇങ്ങനെ ഭയക്കുന്നതിനേക്കാൾ നല്ലത് പോയിട്ട് അവൻ്റെ അടുത്ത് സത്യങ്ങളെല്ലാം പറഞ്ഞേക്ക്. ഇല്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിലേ മര്യാദയ്ക്ക് കിടന്നുറങ്ങാൻ വേണ്ടി നോക്ക്. ഇതുവരെ സുധിയുടെ വായയ്ക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല. വിശ്വാസമായിട്ടില്ലെങ്കിൽ പോയിട്ട് കണ്ണാടിയിൽ നോക്ക്. ഇനി ഒരു തവണയും കൂടി എന്നെ ഇങ്ങനെ വിളിച്ച് എഴുന്നേൽപ്പിച്ച് കഴിഞ്ഞു കഴിഞ്ഞാല് സുധിയുടെ വായ ഒരു വശത്തേക്ക് ഓടാൻ വേണ്ടിയിട്ടേ ആ നാരങ്ങയുടെ ഒന്നും ആവശ്യമില്ല, ഞാൻ ഓങ്ങി കുത്തും എന്ന് പറയുകയാണേ. മര്യാദയ്ക്ക് എഴുന്നേറ്റ് പോയിക്കോ എന്ന് പറഞ്ഞിട്ട് സുധി അവിടെ നിന്ന് ഓടിക്കാണ്. ശ്രുതി എന്നിട്ട് കിടക്കാണ് ഉറങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോഴേക്ക് വീണ്ടും ശ്രുതി ഒരു തവണയും കൂടി എനിക്ക് വേണ്ടിയിട്ട് എന്നൊക്കെ പറയുമ്പോ ശ്രുതിക്ക് എന്ന കാര്യം പറഞ്ഞ് മനസ്സിലാവില്ലേ, മര്യാദയ്ക്ക് ഇവിടുന്ന് എഴുന്നേറ്റ് പോയെന്ന് പറഞ്ഞിട്ട് ശരിക്കും അവിടുന്ന് ഓടിക്കാണേ. റൂമിൽ നിന്ന് ഇറങ്ങിയിട്ട് ഹാളിലേക്കാണ് ചെല്ലുന്നത് ശ്രുതി. അത് കഴിഞ്ഞിട്ട് നൈസായിട്ട് പോയി ആ പൂജാമുറിയിൽ വെച്ചിരിക്കുന്ന നാരങ്ങ ഇങ്ങനെ നോക്കുമ്പോ ചന്ദ്രയ്ക്കും ഇതേ അവസ്ഥയാണ്. ഉറങ്ങാൻ വേണ്ടി പറ്റാതെ ഹാളിൽ വന്നിട്ട് ആ നാരങ്ങ ശ്രുതിയുടെ പുറകിൽ നിന്ന് ഇങ്ങനെ നോക്കുന്നുണ്ട്. നോക്കി ചന്ദ്രയാണെന്നുണ്ടെങ്കിൽ കൈ എടുത്ത് ശ്രുതിയുടെ മേലെ വെക്കുമ്പോഴേക്കും ശ്രുതി ഒരൊറ്റ ആർപ്പ് അവിടുന്ന് ആർക്കുവാണേ. ചന്ദ്രമതിയും ഭയന്നിട്ട് അങ്ങ് മാറി പോകുന്നുണ്ട്. എടാ, ആ സച്ചി രേവതി എഴുന്നേറ്റ് വരും എന്നുള്ള കാര്യം തോന്നുന്നത്. നീ എന്തിനാടാ ഒച്ച എടുക്കുന്നത്? അമ്മ എന്തിനാ എന്നെ പേടിപ്പിച്ചത്? അവരെല്ലാം ടെറസിൽ കിടന്ന് ഉറങ്ങാൻ വേണ്ടിയിട്ട് പോയ അമ്മേ, ഞാനാണ് ഉറക്കമില്ലാതെ ഇവിടെ ഇങ്ങനെ ചുറ്റിത്തിരിഞ്ഞ് നടക്കുന്നത്. ഇതേ അവസ്ഥ തന്നെയാണ് ശ്രുതി. എനിക്കും ഉറങ്ങാൻ വേണ്ടി പറ്റുന്നില്ല. നീ എന്റെ മുഖം ഒന്ന് നോക്ക്, വായ ഒരു വശത്തേക്ക് ഓടിയിട്ടുണ്ടോ എന്ന്. ഇല്ല അമ്മേ, എല്ലാം നല്ല പോലെ തന്നെയുണ്ട്. അമ്മ എന്റെതൊന്ന് നോക്കിയേ, എനിക്കാണെന്നുണ്ടെങ്കിൽ ഇതാ ഇവിടെ കവലിന്റെ അവിടെയൊക്കെ വേദനിക്കുന്നത് പോലെയുണ്ട്. അമ്മയ്ക്ക് എങ്ങനെ ഉണ്ടോന്ന് ചോദിക്കുമ്പോ ഇല്ലടാ, എനിക്ക് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. ഇതിനെല്ലാം നിന്നൊറ്റ ഒരുത്തനെ പറഞ്ഞാൽ മതി, പണം കൊണ്ടുപോയിട്ട് തൊലച്ചു വന്നിരിക്കുന്നു. അത് കാരണം ഇപ്പൊ ഞാനും അനുഭവിക്കുകയാണ്. അമ്മേ, ഇനിയിപ്പോ സച്ചി പറഞ്ഞതുപോലെ തന്നെ രാവിലെ ആകുമ്പോഴേക്കും മുഖം ഒരു വശത്തേക്ക് കോടി പോകുമോ? പിടിക്കപ്പെട്ടാലും കുഴപ്പമില്ല അമ്മേ, ഇങ്ങനെ മുഖം കോടി പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് എന്നെ കാണാൻ ഒരു ഭംഗി ഉണ്ടാവില്ല എന്ന് പറയുമ്പോൾ പിന്നെ എന്റെ മുഖം കോടി കഴിഞ്ഞു കഴിഞ്ഞാല് ഒരു വശത്തേക്ക് ആക്കി കഴിഞ്ഞാൽ എന്നെ കാണാൻ നല്ല ഭംഗി ഉണ്ടാവുന്നതാണോ നീ പറഞ്ഞു വരുന്നത്? അതേ ഭയത്ത് തന്നെയാണ് ഞാനും ഉള്ളത്. ഒന്നെങ്കിൽ അമ്മ ആ നാരങ്ങ കാരണം എനിക്ക് എന്തെങ്കിലും സംഭവിക്കും, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഓർത്തോർത്ത് വേറെ എന്തെങ്കിലും എനിക്ക് സംഭവിക്കും. ഇതിനേക്കാളൊക്കെ നല്ലത് നമുക്ക് പോയിട്ട് സത്യം പറഞ്ഞാലോ. സത്യം പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാല് നമ്മളെ ഇവിടുന്ന് ഒന്നാടെ അവര് അടിച്ചു പുറത്താക്കും. ഇതിനു വേണ്ടിയിട്ടാണോ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടത്? പിന്നെ അമ്മേ, നമ്മള് വേറെ എന്താ ചെയ്യാന്ന് ചോദിക്കുമ്പോ നമ്മളെ കൊണ്ട് എന്തായാലും ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല. ബാമയെ കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അവൾക്കാണ് ഈ പൂജാരി, മന്ത്രവാദി അങ്ങനത്തെ ആൾക്കാരെയൊക്കെ നന്നായിട്ട് അറിയുന്നത്. അവളെ വിളിച്ചിട്ട് ഞാനൊന്ന് ചോദിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞ് ഫോൺ എടുക്കാൻ വേണ്ടിയിട്ട് മുറിയിലേക്ക് പോകുന്നുണ്ട്. പോയിട്ട് ഫോൺ എടുത്ത് തിരികെ വരുവാണേ. പാതിരാത്രിയിൽ എന്തിനായിരിക്കും ചന്ദ്ര വിളിക്കുന്നതെന്നുള്ള കാര്യം ഓർത്തുകൊണ്ടാണ് ഫോൺ കോൾ അറ്റൻഡ് ചെയ്യുന്നത്. എന്തു പറ്റി ചന്ദ്ര, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഞങ്ങള് ഒരു വലിയ പ്രശ്നത്തിൽ കുടുങ്ങിയിരിക്കുകയാണ്. അതിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയിട്ട് ബാമേ നിനക്ക് മാത്രമേ പറ്റുള്ളൂ. എന്തു പറ്റി ചന്ദ്ര, അവിടെ ആർക്കെങ്കിലും സുഖമില്ലായ്മ വല്ലതുണ്ടോ? അതൊന്നുമില്ല. ഇതിനെക്കുറിച്ച് ഓർത്തോർത്ത് ഞങ്ങൾക്ക് എന്തെങ്കിലും സംഭവിക്കും എന്നുള്ള ഭയമാണ്. നീ ചന്ദ്രയെ കുറിച്ച് മനസ്സിലാവുന്ന രീതിയിൽ പറ. ഈ ശ്രുതിക്ക് വേണ്ടിയിട്ടാണ് ഞാന് രേവതിയുടെ സ്വർണം എടുത്തു കൊടുത്തത്. ഇപ്പോൾ ആ ഒരു കാരണവശാല് എനിക്ക് നാളെ മുതൽ സംസാരിക്കാൻ വേണ്ടി പറ്റാതായി പോവോ എന്നുള്ള ഭയമുണ്ട്. അതെന്താ നീ അങ്ങനെ പറയുന്നത് ചന്ദ്രേ? ഈ സച്ചി ഉണ്ടല്ലോ, ഏതോ ഒരു സ്വാമിയെ പോയി കണ്ടിട്ട് ജപിച്ചുകൊണ്ട് വന്ന് ഒരു നാരങ്ങ പൂജാമുറിയിൽ വെച്ചിട്ടുണ്ട്. അതിനെന്തോ വലിയ ശക്തി ഉണ്ടെന്നൊക്കെയാ പറയുന്നത്. 48 മണിക്കൂറിനുള്ളിൽ അത് ആരാണോ എടുത്തതെന്ന് വെച്ചാൽ അവരുടെ വായ ഒരു വശത്തേക്ക് കോടി പോകുന്നൊക്കെയാണ് ബാമയെ പറയുന്നതെന്ന് വളരെ വിഷമത്തോടു കൂടി പറയാണേ. ഇത് കേട്ട ബാമയാണെങ്കിൽ കിടക്കുന്നിടന്ന് അങ്ങ് എണീക്കാണ്. അയ്യോ, അപ്പൊ ചന്ദ്രൻ നിന്റെ വായ ഒരു വശത്തേക്ക് കോടിപ്പോയോ? ഇല്ല, ഇതുവരെ ഒന്നും ആയിട്ടില്ല. പക്ഷെ അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുമെന്നുള്ള ഭയം എനിക്ക് നന്നായിട്ടുണ്ട്.
ഇതിപ്പോ വിശ്വസിക്കണ്ടേ എന്നുള്ള കാര്യം എനിക്കറിയില്ല. ബാമേ, ഇങ്ങനെയൊക്കെ നടക്കോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോ ഉറപ്പായിട്ട് നടക്കും, ഒരു സംശയത്തിന്റെ ആവശ്യമില്ല. അത് കേട്ട് ചന്ദ്രയ്ക്ക് കുറച്ചുകൂടി ടെൻഷൻ ആവാണേ. അല്ല ബാമേ, നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഞാൻ പറയുന്നത് സത്യമാണ് ചന്ദ്രേ. ഇതുപോലെ ഒരുപാട് ആൾക്കാർക്ക് സംഭവിച്ചിട്ടുണ്ട്. എനിക്ക് അറിയുന്ന ആൾക്കാർക്ക് വരെ സംഭവിച്ചിട്ടുണ്ട്. ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ മന്ത്രിച്ച് വീട്ടിൽ കൊണ്ടുവച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അത് നടക്കും, അതിന്റെ റിയാക്ഷൻ കാണിക്കും. ഇതുകൂടി കേൾക്കുമ്പോഴോട് കൂടിയിട്ട് ചന്ദ്രയ്ക്കാണെന്നുണ്ടെങ്കിൽ കൂടുതൽ ഭയമാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ ആ നാരങ്ങ എടുത്തിട്ട് പുറത്തേക്ക് കളയട്ടെന്ന് ചോദിക്കുമ്പോൾ ഒരിക്കലും ചെയ്യരുത്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഒരുപക്ഷെ നിന്റെ കൈയും കൂടി ചിലപ്പോൾ ഒരു വശത്തേക്ക് കൂടിപ്പോകും. പിന്നെ ബാമേ, ഞാൻ എന്താ ചെയ്യേണ്ടത്? എനിക്ക് സ്തുതിക്കാണെന്നുണ്ടെങ്കിൽ ഉറക്കം വരുന്നില്ല. ഭയന്ന് ഞങ്ങൾക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ള പേടിയാണിപ്പോ. ഇനി ബാമേ, ഞങ്ങൾ എന്താ ചെയ്യണമെന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും നിങ്ങൾ ഭയപ്പെടുകയൊന്നും വേണ്ട. എനിക്ക് അറിയുന്ന ഒരു സ്വാമിയുണ്ട്, അവരെ പോയിട്ട് നമുക്ക് രാവിലെ തന്നെ കാണാം. നാളെ രാവിലെ 7 മണിയാകുമ്പോഴേക്കും നീ ഇങ്ങോട്ടേക്ക് എത്തിക്കോ, നമുക്ക് പോയിട്ട് ആ സ്വാമിയെ കാണാം. ഓൾറെഡി സച്ചി ഏതൊരു സ്വാമിയെ കണ്ടിട്ട് ഒരു നാരങ്ങ ഇവിടെ ജപിച്ചു കൊണ്ടേ വെച്ചിട്ടുണ്ട്. അതിന് പകരമായിട്ട് മറ്റൊരു സ്വാമിക്ക് മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അതുകൊണ്ട് നീ രാവിലെ തന്നെ ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞ് അതിനുള്ളില് ഞങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാലോ എന്ന് ചന്ദ്ര ചോദിക്കുമ്പോൾ എന്തായാലും 48 മണിക്കൂർ സമയമുണ്ടല്ലോ, ഇനി ഒരുപാട് സമയം കിടക്കുന്നു. അതുകൊണ്ട് രാവിലെ തന്നെ വാ എന്നുള്ള കാര്യമാണ് ഭാമ പറയുന്നത്. ഇപ്പൊ എന്തായാലും നിങ്ങൾ രണ്ടുപേരും പോയി കിടന്നുറങ്ങ്, നമുക്ക് പോയിട്ട് നാളെ കാണാം എന്ന് പറഞ്ഞ് ഫോൺ വെക്കുകയാണേ ഭാമ. തുടർന്ന് പിറ്റേ ദിവസം രാവിലെയാണ് കാണിക്കുന്നത്. ശ്രുതി എഴുന്നേൽക്കുന്നതിന് മുമ്പ് തന്നെ സുധി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. എഴുന്നേറ്റ് നോക്കുന്ന സമയത്ത് സുധി റെഡി ആയിട്ട് നിൽക്കുന്നതാണ് കാണുന്നത്. താൻ ലേറ്റ് ആയോ എന്ന് വിചാരിച്ചിട്ട് ടൈം എടുത്ത് നോക്കുമ്പോൾ 6 മണിയല്ലേ സുധി ആയുള്ളൂ, എന്താ ഇപ്പോഴേ റെഡി ആയിട്ട് നിൽക്കുന്നത്? എങ്ങോട്ടാ പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ ബാമാൻഡി സ്വാമി എന്നൊക്കെ പറഞ്ഞ് തുടങ്ങുന്നുണ്ട്. അത് കഴിഞ്ഞാണ് സുധി മനസ്സിൽ വിചാരിക്കുന്നത് ഇവളടുത്ത് സ്വാമിയുടെ കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ചീത്ത വിളിക്കും, അതുകൊണ്ട് മറച്ചു വെക്കാം. അല്ല സുധി, എന്താ ബാമാൻഡിന്റെ കാര്യമൊക്കെ പറഞ്ഞത്? അത് വേറൊന്നുമല്ല, അമ്മ ബാമാൻഡിയെ കാണാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട്. അപ്പോൾ അമ്മയെ അവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് എനിക്കൊരു ഡീലറെ കാണാൻ വേണ്ടി പോകണം. ഇത്ര നേരത്തെ ഒന്ന് ചോദിക്കുമ്പോൾ ഇപ്പൊ പോയാലേ ശരിയാവുള്ളൂ, പിന്നെ ട്രാഫിക് ആവും. അങ്ങനെയാണെങ്കിൽ ഞാനും കൂടി റെഡി ആയിട്ട് വരാം സുധി. എൻ്റെ അടുത്ത് ഒരു ക്ലയന്റ് നേരത്തെ വരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഇല്ല, ഞാൻ വേറെ റൂട്ടിലാണ് പോകുന്നത്, നീ ഒരു ഓട്ടോയിൽ പോയിക്കോ, എനിക്ക് പെട്ടെന്ന് തന്നെ പോണെന്ന് പറഞ്ഞ് മുറിയിൽ നിന്ന് ഇറങ്ങുവാണ്. അതേസമയം ചന്ദ്രമതിയും റെഡിയായി ബാഗൊക്കെ എടുത്ത് ഇറങ്ങുവാണ്. രാവിലെ വാക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു വരുന്ന രവി എവിടെയോ പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങുവാണ്. ചന്ദ്ര എന്നുള്ള കാര്യം മനസ്സിലാക്കിയിട്ട് നീ എങ്ങോട്ട് രാവിലെ തന്നെ പോകുന്നത്? ആ രവിയേട്ട ഒരിടം വരെ പോകാനുണ്ട്, രേവതി കുറച്ച് വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞിട്ട് റെഡി ആയോ എന്ന് ചോദിക്കുമ്പോൾ ഇതാ അമ്മയെ കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞ് വെള്ളം കൊണ്ട് കൊടുക്കുവാണ്. അമ്മ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് സച്ചി പായും തലനൊക്കെ എടുത്തിട്ട് താഴേക്ക് ഇറങ്ങി വരുന്നത്. ഉറങ്ങി എഴുന്നേറ്റ് വരുവാണ്. അമ്മയുടെ നിപ്പ് കണ്ടിട്ട് അച്ഛ, എന്താ അമ്മയ്ക്ക് ഉറക്കത്തിൽ നടക്കുന്ന വല്ല വ്യാധി ഉണ്ടോ? അതെന്താ സച്ചി നീ അങ്ങനെ ചോദിച്ചത്? അല്ല, ഇത്ര നേരത്തെ എഴുന്നേറ്റല്ലോ അതുകൊണ്ട് ചോദിച്ചതാണ്. അത് തന്നെയാണ് എനിക്കും ഭയങ്കര ആശ്ചര്യം തോന്നുന്നത്. ഇതിലെന്താണ് രവിയേട്ട ആശ്ചര്യപ്പെടാനുള്ളത്? എനിക്ക് ഒന്ന് പുറത്തു പോകാനുണ്ട്. അല്ല ചന്ദ്രേ, നീ രാവിലെ എഴുന്നേക്കുന്നത് തന്നെ 9 മണിക്കല്ലേ? ഇപ്പൊ നീ തന്നെ നേരത്തെ എഴുന്നേറ്റിട്ട് എങ്ങോട്ടാ പോകുന്നു? ഞാന് ബാമയെ കാണാൻ വേണ്ടി പോവാണ്, അവൾക്ക് സുഖമില്ല, ഒന്ന് ഹോസ്പിറ്റലിൽ പോണം. ഈ സംസാരം കേട്ടുകൊണ്ടാണ് ശ്രുതി അങ്ങോട്ടേക്ക് വരുന്നത്. ആന്റി ബാമാൻഡിന്റെ കൂടെ എന്തോ ഫംഗ്ഷന് പോവാണ്, അതിനു വേണ്ടിയിട്ട് ആന്റിയെ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ശ്രുതി വരുന്നെന്നുള്ള കാര്യമാണല്ലോ പറഞ്ഞത്. രണ്ടുപേരും ശരിക്കും പെട്ടു. പക്ഷെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചന്ദ്ര ഞങ്ങൾക്കൊരു ഫംഗ്ഷന് പോകാനുണ്ട്, പക്ഷെ ബാമയ്ക്ക് സുഖമില്ല എന്നുള്ള കാര്യം പറഞ്ഞ് വിളിച്ചപ്പോൾ അവളെ ഹോസ്പിറ്റലിൽ കാണിച്ചിട്ട് പോവാന്ന് വിചാരിച്ചു. ഇത് കേട്ട ഉടനെ സച്ചി ചോദിക്കുന്നത് 6:30ക്കാണോ ഹോസ്പിറ്റലിൽ കൂട്ടിക്കൊണ്ടു പോകുന്നത് എന്ന് കരുതിയിട്ട് 10:30 മണി വരെ വെയിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുമോ? അതിനുള്ളിൽ ശരീരത്തിന് എന്തെങ്കിലും സംഭവിച്ചാലോ? ആരുടെ എന്ന് സച്ചി ചോദിക്കണ്ടേ? ബാമയ്ക്കാണ്. അവൾക്ക് സീരിയസ് ആയിട്ട് എന്തെങ്കിലും സംഭവിച്ചാലോ? അവളെ നോക്കാൻ വേണ്ടിയിട്ട് ആരാണുള്ളത്? പാവം, അവൾ തനിയല്ലേ നിൽക്കുന്നത്. ബാമയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് സുഖമില്ലാണ്ടാവുന്നുണ്ട്. ചന്ദ്രൻ നീ പോയി കാണുന്നുണ്ടല്ലോ, എന്ത് ചെയ്യാനാ രവിയേട്ട? അവളെ നോക്കാൻ വേണ്ടിയിട്ട് ആരുമില്ലല്ലോ, അതുകൊണ്ട് ഞാൻ ശ്രദ്ധിച്ചല്ലേ പറ്റുള്ളൂ. ഇപ്പൊ നിങ്ങൾ എല്ലാവരും കൂടി ചേർന്നിട്ട് ഇത്രയും വിചാരണയൊക്കെ നടത്തേണ്ട കാര്യം എന്താണ്? സുധി, നീ വാടാ എന്ന് പറഞ്ഞിട്ട് പോകാൻ വേണ്ടി നിൽക്കുമ്പോ ഇവനും കൂടെ വരുന്നുണ്ടോന്ന് സച്ചി ചോദിക്കുകയാണേ. അമ്മയെ ഡ്രോപ്പ് ചെയ്തിട്ട് എനിക്ക് ഒരു ഡീലറെ കാണാൻ വേണ്ടി പോകാനുണ്ട്. നീ കട തുറക്കുന്നത് തന്നെ 10 മണിക്കാണ്. ഇന്ന് ഇത്രയും നേരത്തെ പോകുന്നുണ്ടല്ലോ, നിനക്കിത് മിഡ് നൈറ്റ് ആണല്ലോ സുധി. ജോലി ഉണ്ടാവുന്ന സമയത്ത് പോയല്ലേ പറ്റുള്ളൂ. അത് മാത്രമല്ല, ജീവൻ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാലോ? ആർക്ക്? ബാമാൻഡിക്ക്. അതിന് മാത്രം അമ്മേ, എന്താണ് ബാമാൻഡിക്ക് അസുഖം എന്ന് രേവതി ചോദിക്കുമ്പോ ഒരാള് ഫീവർ എന്നും ഒരാള് വയറുവേദന എന്നും പറയാണേ. രണ്ടുപേരും വായിന്ന് 2 വീണത്, അതുകൊണ്ട് പരസ്പരം രണ്ടുപേരും മുഖത്തോട് മുഖം നോക്കുന്നത് കാണുമ്പോ 2 ഏതാന്ന് ചോദിക്കുകയാണേ സച്ചി. അമ്മയും മോനും ആണെന്നുണ്ടെങ്കിൽ അമ്മ പറഞ്ഞ കാര്യങ്ങളും മോൻ പറഞ്ഞ കാര്യങ്ങളും പിന്നെയും മാറ്റി മാറ്റി പറയുവാണേ. നിങ്ങൾ രണ്ടുപേരും എന്താ മാറ്റി ഇങ്ങനെ പറയുന്നതെന്ന് രവി ചോദിക്കുമ്പോ പനിയുണ്ട്, അതുപോലെ തന്നെ വയറുവേദനയുണ്ട്. നിങ്ങൾ എന്തിനാ കൂടുതൽ ചോദ്യമൊക്കെ ചോദിക്കുന്നത്? സുധി മതി, പോവാ എന്ന് പറഞ്ഞിട്ട് വേഗം അവിടുന്ന് രക്ഷപ്പെട്ടു പോവാണേ. അമ്മയും മോനും രക്ഷപ്പെട്ടു പോയതിനു ശേഷം ശ്രുതിയുടെ അടുത്ത് രവി ചോദിക്കുന്നുണ്ട്, അല്ല ശ്രുതി, നീയല്ലേ രാവിലെ തന്നെ എന്തോ ക്ലയന്റിനെ എന്തോ കാണാൻ വേണ്ടി പോണെന്ന് പറഞ്ഞത്? അതെ അങ്കിൾ, ഞാനും കൂടെ വരാന്നുള്ള കാര്യം പറഞ്ഞു. പക്ഷേ സുധിയാണെന്നുണ്ടെങ്കിൽ വേഗം പോണെന്ന് പറഞ്ഞിട്ട് എന്റെ അടുത്ത് ഓട്ടോ വിളിച്ച് പോവാനാ പറഞ്ഞത്. ഞാൻ അങ്ങനെ പൊക്കോളാന്ന് പറയാണേ.
ആ എന്തോ രാവിലെ ഭാമയ്ക്ക് വയ്യാന്ന് പറഞ്ഞിട്ട് പോകുന്നുണ്ട്. അച്ഛന് കോഫി എടുക്കട്ടെ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഞാൻ കുളിച്ചിട്ട് വരാം മോളെ എന്ന് പറഞ്ഞിട്ട് അച്ഛൻ റൂമിലേക്ക് പോവാണ്. ശ്രുതി റൂമിലേക്ക് ഓൾറെഡി പോയി. സച്ചി രേവതി മാത്രമേ ഉള്ളൂ കേട്ടോ ഹാളില്. സച്ചി ഇങ്ങനെ എന്തോ ആലോചിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ പാവല്ലേ ഭാമാൻറ്റി, എന്തായിരിക്കും അല്ലേ സുഖമില്ലായ്മ എന്ന് ചോദിക്കുമ്പോൾ അവർക്ക് ഒന്നും ആയിട്ടുണ്ടാവില്ല, അത് ഒന്നും സംഭവിച്ചിട്ടല്ല, നമ്മൾ വെച്ചിരിക്കുന്ന നാരങ്ങ ഉണ്ടല്ലോ അത് പണി തുടങ്ങിയിട്ടുണ്ട്, അതിന് വേണ്ടിയിട്ടാണ് രണ്ടുപേരും തന്നെ നേരത്തെ എഴുന്നേറ്റ് പോകുന്നത്. ഓ അങ്ങനെയാണോ പറഞ്ഞു വരുന്നത്? അതായിരിക്കാനും വഴിയുണ്ട്. കാരണം എന്താ വെച്ചാല് ശ്രുതിയെ കൂട്ടാണ്ടാണല്ലോ പോകുന്നത്. പൊതുവേ നിങ്ങളുടെ ഏട്ടൻ അങ്ങനെ പോവാത്തതാണ്. എങ്കിലും എവിടെയായിരിക്കും അവര് പോകുന്നത്, എവിടെ പോകുന്നുള്ള കാര്യം എനിക്കറിയില്ല. പക്ഷെ ഉടനെ തന്നെ അവര് പിടിക്കപ്പെടും എന്നുള്ള കാര്യം കാണാൻ വേണ്ടി പോവാണ്. അത് കഴിഞ്ഞ് ചന്ദ്രയും അതുപോലെ സുധിയും കൂടി ചേർന്നിട്ട് ഭാമയുടെ കൂടെ ഒരു സ്വാമിയെ കാണാൻ വേണ്ടി പോകുന്നുണ്ട്. അവരുള്ളിൽ കയറി നിൽക്കുന്ന സമയത്ത് സ്വാമി എന്തൊക്കെയോ പ്രാർത്ഥനയിലൊക്കെയാണ്. ഇവരെ വിശ്വസിക്കാൻ വേണ്ടി പറ്റുമോ എന്ന് ചന്ദ്ര ചോദിക്കുമ്പോൾ അതെന്താ ചന്ദ്ര നീ അങ്ങനെ പറയുന്നത്, ഭയങ്കര ശക്തിയുള്ള സ്വാമിയാണ്, വിശ്വാസത്തോടു കൂടി നിന്നാ മതി, എല്ലാം ശരിയാക്കി തരും അയാള്. സ്വാമിയുടെ അരികിലേക്ക് ഇവരെ വിളിക്കുന്ന സമയത്ത് സുധിയും കൂടി കൂട്ടിയിട്ടാണ് 3 പേരും കൂടി സ്വാമിയുടെ അരികിൽ ചെന്നിരിക്കുന്നത്. സ്വാമിയുടെ അരികിൽ ചെന്നിരുന്ന് ഭാമ പറയുന്നുണ്ട്, ഇത് എന്റെ ഫ്രണ്ടാണ് സ്വാമി, ഇവർക്ക് ഒരു ചെറിയൊരു പ്രശ്നം. ചന്ദ്രേ സ്വാമിയുടെ അടുത്ത് കാര്യം പറയുന്നു പറയുമ്പോൾ ചന്ദ്ര തുടങ്ങുവാണേ പറയാന്. നമസ്കാരം സ്വാമി, എന്റെ വീട്ടില് ഒരു ജപിച്ച നാരങ്ങ കൊണ്ട് വെച്ചിട്ടുണ്ട്, അത് കാരണം ഞങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം വരുമോ എന്നുള്ള ഒരു ഭയം ഉണ്ടെന്ന് പറയുമ്പോഴേക്കും നിങ്ങൾ അപ്പോ എന്തോ തെറ്റ് ചെയ്തിട്ടുണ്ടല്ലേ. ഇത് കേട്ട സുധി പറയുന്നുണ്ട്, അയ്യോ ഞങ്ങൾ തെറ്റൊന്നും ചെയ്തിട്ടില്ല, ഇത് നോക്കുമോനെ, നീ ചെയ്ത തെറ്റുണ്ടല്ലോ അത് നിന്റെ മുഖത്ത് എഴുതി കാണിക്കുന്നുണ്ട്. നിനക്ക് ആരെ വേണമെങ്കിലും പറ്റിക്കാൻ വേണ്ടി പറ്റും, പക്ഷെ ഒരിക്കലും ദൈവത്തിനെ നിനക്കൊണ്ട് പറ്റിക്കാൻ വേണ്ടി പറ്റില്ല. അങ്ങനെ സുധി വെറുതെ മണ്ടത്തരങ്ങൾ വിളിച്ചു പറയണ്ടെന്ന് വിചാരിച്ചിട്ട് സുധിയുടെ അടുത്ത് ചന്ദ്ര മിണ്ടാതിരിക്കാൻ വേണ്ടി പറയാണ്. സ്വാമി പറഞ്ഞ കാര്യം ശരി തന്നെയാണ്, ഇത് എന്റെ മകനാണ്, ഇവനെ ഒരു പ്രശ്നത്തിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി എന്റെ മറ്റൊരു മകന്റെ ഭാര്യയുടെ സ്വർണം ഞങ്ങള് എടുത്തു വിറ്റു. ഇപ്പോ അവരാണെന്നുണ്ടെങ്കിൽ ആ സ്വർണം എടുത്തത് ആരാണെന്നുള്ള കാര്യം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഏതോ ഒരു സ്വാമിയെ പോയി കണ്ട് ഒരു നാരങ്ങ ജപിച്ചുകൊണ്ട് വീട്ടിലേക്ക് കൊണ്ടുവച്ചിട്ടുണ്ട്. 48 മണിക്കൂർ കൊണ്ട് ആരാണോ ആ സ്വർണം എടുത്തത് അവരുടെ വായ ഒരു വശത്തേക്ക് കോടി പോകുന്നാണ് പറഞ്ഞത്. അത് കേട്ടത് മുതൽ തന്നെ സ്വാമി ഞങ്ങൾക്ക് ഉറക്കം കിട്ടുന്നില്ല. അതിനിടയ്ക്ക് സുധി വയ്ക്കുന്നുണ്ട്, സ്വാമി അതൊക്കെ ചുമ്മാ പറയുന്നതല്ലേ എന്ന്. അങ്ങനെ ഒന്നും സംഭവിക്കില്ലല്ലോ, ഉറപ്പായിട്ട് നടക്കുന്നു സ്വാമി പറയാണേ. ഇത് കേട്ട ഉടനെ ചന്ദ്രയാണെങ്കിൽ പേടിച്ചുകൊണ്ട്, അയ്യോ സ്വാമി നിങ്ങളെന്താ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് ചോദിക്കുകയാണേ. നിങ്ങളുടെ ഭാഗത്ത് തെറ്റുള്ളിടത്തോളം കാലം നിങ്ങൾക്ക് അത് സംഭവിക്കുക തന്നെ ചെയ്യും. ആ നാരങ്ങയ്ക്ക് അത്രയൊക്കെ ശക്തി ഉണ്ടോ എന്ന് സുധി ചോദിക്കുമ്പോൾ അത് ജപിച്ചു കൊടുത്തിരിക്കുന്ന ആളുടെ ശക്തിയായിരിക്കും, മന്ത്രങ്ങൾക്ക് അത്രയും ശക്തിയുണ്ട്. നിങ്ങളാണെങ്കിൽ തെറ്റുവരെ ചെയ്തത് കൊണ്ട് തന്നെ ഉറപ്പായിട്ടും നിങ്ങളുടെ വായ ഒരു വശത്തേക്ക് കോടി പോകും. ഇത് കേട്ട് രണ്ടുപേർക്ക് നല്ല ഭയം തോന്നുന്നുണ്ട്. സ്വാമി ആ ഭയത്തിലാണ് ഞങ്ങൾ നിങ്ങളെ കാണാൻ വേണ്ടി വന്നിരിക്കുന്നത്, ഞങ്ങൾക്ക് ഒന്നും സംഭവിക്കാതെ നിങ്ങൾ ഞങ്ങളെ രക്ഷിക്കണം, ഇതിനെന്തെങ്കിലും ഒരു പരിഹാരം നിങ്ങൾ കാണിച്ചു കൊടുക്കണമെന്ന് ഭാമയും അദ്ദേഹത്തിന്റെ അടുത്ത് പറയുന്നുണ്ട്. അങ്ങനെ ഈ സ്വാമിയും അതുപോലെ തന്നെ ഒരു നാരങ്ങ കൊടുക്കുകയാണ്. മന്ത്രമൊക്കെ ജപിച്ചിട്ട് ചന്ദ്രയ്ക്ക് നേരെ നീട്ടിയിട്ട് പറയുന്നുണ്ട്, വീട്ടിലുള്ള ആ നാരങ്ങയ്ക്ക് എതിർവശത്തായിട്ട് ഈ നാരങ്ങ കൊണ്ടുവയ്ക്കാൻ വേണ്ടിയിട്ട്. ആ നാരങ്ങയുടെ ശക്തി ഈ നാരങ്ങ നശിപ്പിക്കുന്നുള്ള കാര്യം പറയുന്നത് കേൾക്കുമ്പോൾ സുധി ചോദിക്കുന്നുണ്ട്, ആ നാരങ്ങ തന്നിരിക്കുന്ന സ്വാമി നിങ്ങളെക്കാൾ ശക്തിയുള്ള ആളാണെങ്കിലോ എന്ന്. അപ്പോ നീ എന്നെ സംശയിക്കുകയാണല്ലേ. സുധിയുടെ സംസാരം കേൾക്കുമ്പോഴേക്കും ചന്ദ്രയാണെങ്കിൽ ഭാമയാണെന്നുണ്ടെങ്കിലും പറയുന്നുണ്ട്, നീ ഒന്നും മിണ്ടാതിരിക്കുമെന്ന്. തുടർന്ന് സ്വാമി അത് ജപിച്ചു തന്നിരിക്കുന്ന സ്വാമി എത്ര ശക്തിയുള്ളതോ ആയിക്കോട്ടെ, നിങ്ങൾ എന്തായാലും ഈ നാരങ്ങ കൊണ്ടുപോയിട്ട് അതിന്റെ അടുത്ത് വെക്കൂ. നാളെ നേരം വെളുക്കുന്നതിന് മുമ്പായിട്ട് ആ നാരങ്ങ കറുത്തു പോയിട്ടുണ്ടെങ്കിൽ ഈ നാരങ്ങയ്ക്കാണ് ശക്തി കൂടുതൽ, ഇനി ഈ നാരങ്ങയാണ് കറുത്തു പോയതെങ്കിൽ ആ നാരങ്ങയ്ക്കാണ് ശക്തി കൂടുതൽ. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് സുധി ചോദിക്കുമ്പോൾ ഞാൻ ഇതിനേക്കാൾ വലിയൊരു നാരങ്ങ തരാ എന്ന് പറയാണേ. എന്താ മാതള നാരങ്ങയാണോ എന്ന് സുധി ചോദിക്കുന്നുണ്ട്. സുധി നീ ഒന്ന് വായടച്ച് വെക്ക്, എന്നിട്ട് പൈസ കൊടുക്കാൻ വേണ്ടി പറയുന്നുണ്ട്. അതുപോലെ തന്നെ ചെയ്യുവാണ്. നിങ്ങൾ എന്തായാലും വിശ്വാസത്തോടു കൂടി പോയിക്കോളൂ, ഒരു അനിഷ്ട സംഭവങ്ങൾ നിങ്ങൾക്ക് നടക്കില്ല എന്ന് പറഞ്ഞിട്ട് അവരെ അവിടുന്ന് പറഞ്ഞു വിടുവാണ് സ്വാമി. തുടർന്ന് രണ്ടുപേരും വീട്ടിലെത്തിയിട്ട് ആ നാരങ്ങ സച്ചി വെച്ചിരിക്കുന്ന നാരങ്ങയുടെ തൊട്ടടുത്ത് തന്നെ കൊണ്ടുവയ്ക്കണല്ലോ, ആരും കാണാതെ അവിടെ കൊണ്ടുവയ്ക്കണം എന്ന് വിചാരിച്ചിട്ട് രണ്ടുപേരും കൂടി പോകുന്നുണ്ട്. രണ്ടുപേർക്ക് മറ്റു നാരങ്ങ കാണുമ്പോൾ നല്ല പേടിയുണ്ട് കേട്ടോ. ചന്ദ്രയാണെങ്കിൽ സുധീയുടെ അടുത്ത് കൊണ്ടുവയ്ക്കാൻ വേണ്ടി പറയുന്നുണ്ട്. പക്ഷെ അമ്മ തന്നെ കൊണ്ടുവയ്ക്കുമെന്ന് പറഞ്ഞിട്ട് അമ്മയെ നിർബന്ധിച്ച് കൊണ്ടുവിടുവാണ്. എന്നിട്ട് പഴം കൊണ്ടുപോയിട്ട് ഇടതുവശത്ത് വെക്കുവാണ്. വെച്ച് ചന്ദ്ര ഇങ്ങ് പോരുമ്പോഴേക്കും ആ നാരങ്ങ ഉരുടെ താഴേക്ക് അങ്ങ് പോകുന്നുണ്ട്. അത് കാണുമ്പോൾ രണ്ടുപേർക്കും ഭയങ്കരമായിട്ട് ഭയം തോന്നുവാണേ. അമ്മ ഇതെന്താ ആ നാരങ്ങ ഉരുണ്ട് പോയത്, ഒരുപക്ഷെ മറ്റേ എന്ന് വെച്ചാൽ സച്ചി വെച്ചിരിക്കുന്ന നാരങ്ങയ്ക്കാണ് പവർ കൂടുതൽ എന്നുള്ള കാര്യമാണ് തോന്നുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് പൊട്ടത്തരങ്ങൾ വിളിച്ചു പറയാണേ. രാവിലെ വരെ നോക്കിയാൽ മാത്രമേ അത് എന്താന്നുള്ള കാര്യം അറിയാൻ വേണ്ടി പറ്റൂന്നല്ലേ സ്വാമി പറഞ്ഞിരിക്കുന്നത്, നീ അത് പോയിട്ട് എടുത്തു വെക്കടാ എന്ന് പറഞ്ഞിട്ട് സുധിയെ പറഞ്ഞു വിടുവാണേ. പക്ഷെ സുധിയാണെങ്കിൽ ഇല്ല എന്ന് പറഞ്ഞിട്ട് ഓടി രക്ഷപ്പെടാൻ വേണ്ടി നോക്കുന്നുണ്ട്. പക്ഷെ ചന്ദ്ര പിടിച്ചു വലിച്ചിട്ട്
അതിനുള്ളിലേക്ക് അങ്ങ് തള്ളുവാണ്. ഒരു വിധത്തിൽ ശ്രുതി അത് എടുത്തു വെച്ചിട്ട് ഓടി അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോവാണേ. കുറച്ചു സമയം കഴിഞ്ഞ് സച്ചി പുറത്തു പോയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് പൂജാമുറിയിൽ വെച്ചിരിക്കുന്ന നാരങ്ങയുടെ തൊട്ടടുത്ത് വേറൊരു നാരങ്ങ വെച്ചിരിക്കുന്നത് കാണുവാണ്. ഇത് കണ്ട് സച്ചിയാണെങ്കിൽ ചിരിച്ചുകൊണ്ട്, രേവതി നീ ഇങ്ങോട്ടേക്ക് വാ, ഞാൻ വെച്ചിരിക്കുന്ന നാരങ്ങയ്ക്ക് ശരിക്കും പവർ ഉണ്ടെന്നുള്ള കാര്യമാണ് തോന്നുന്നത്, അതിന് ഒരു കുട്ടി ജനിച്ചു എന്ന് പറയണേ. കുട്ടി ജനിക്കേ, വാ നീ തന്നെ വന്ന് കണ്ടു നോക്ക് പറഞ്ഞിട്ട് രേവതിയെ കൊണ്ടുപോയിട്ട് കാണിക്കുന്നുണ്ട്. ഇത് കണ്ട രേവതിയാണെന്നുണ്ടെങ്കിൽ, ഇതെന്താ സച്ചേട്ടാ 2 നാരങ്ങ? അത് തന്നെയാണ് ഞാനും നോക്കുന്നത്, നീയാണോ രേവതി വെച്ചത്? ഞാൻ എന്തിനാ സച്ചേട്ടാ അത് കൊണ്ടുപോയി വെക്കുന്നേ? അതുവഴി ശ്രുതി പോകുന്നത് കാണുമ്പോ, ശ്രുതി നീ ഇവിടെ നാരങ്ങ കൊണ്ടുവച്ചിരുന്നു എന്ന് ചോദിക്കുകയാണേ. അത് നിന്റെ ഹസ്ബൻഡ് അല്ലേ കൊണ്ടുവച്ചത്, വെറുതെ ചുമ്മാ എനർജി അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട്. ഇതൊന്നും ചുമ്മാ പറഞ്ഞതല്ല, അതിനൊക്കെ പവർ ഉണ്ട്. ഇനിയും 24 മണിക്കൂർ സമയമുണ്ടല്ലോ. പക്ഷേ ഇനി ഒരു നാരങ്ങയും കൂടി ആരാ കൊണ്ടുവച്ചതെന്നുള്ള കാര്യമാണ് എനിക്കറിയാത്തത്. ഇത് കേൾക്കുമ്പോൾ ശ്രുതിയും പോയി നോക്കുന്നുണ്ട്. അവിടെ 2 നാരങ്ങ കാണുവാണേ. നാരങ്ങയുടെ സംസാരം കേൾക്കുമ്പോഴേക്കും ചന്ദ്രയാണെന്നുണ്ടെങ്കിൽ റൂമിൽ നിന്ന് ഓടി വരുന്നുണ്ട്. ഞാനാണ് ആ നാരങ്ങ അവിടെ കൊണ്ടുവച്ചത്. നിങ്ങളോ? അതെ, എന്താ നിനക്ക് മാത്രമേ അത് വെക്കാൻ വേണ്ടി പറ്റുള്ളൂ, എനിക്ക് എന്താ വെക്കാൻ പറ്റില്ല എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും ശ്രുതി ചോദിക്കുന്നുണ്ട്, അല്ല സച്ചി അവിടെ നാരങ്ങ കൊണ്ടുവച്ചിരിക്കുന്നത് അവരുടെ സ്വർണം മോഷണം പോയത് കിട്ടാൻ വേണ്ടിയിട്ടാണ്, പക്ഷെ ആന്റി എന്തിനാ അവിടെ കൊണ്ടുവച്ചത്? ഞങ്ങൾക്കൊന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടെന്ന് ശ്രുതി പെറുപെറുക്കുമ്പോഴേക്കും സച്ചി വയ്ക്കുന്നുണ്ട്. നീ എന്താണ് പെറുപെറുക്കുന്നത്? മോശപ്പെട്ടതൊന്നും നടക്കരുതെന്ന് വിചാരിച്ചിട്ട്. ആർക്ക്? എല്ലാവരുടെയും കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇത് നോക്ക് ശ്രുതി, ഞങ്ങൾ രാവിലെ ബാമയെ ഹോസ്പിറ്റലിൽ കാണിക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് അമ്പലത്തിൽ പോയിട്ട് പ്രാർത്ഥിച്ചിട്ട് പോകാന്ന് വിചാരിച്ചതാണ്. അവിടെ കയറിയ സമയത്ത് ദൈവത്തിന്റെ കാൽക്കൽ വെച്ചിട്ട് പൂജ ചെയ്തിട്ട് തന്നതാണ് ഈ നാരങ്ങ. ഇത് വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ കുടുംബത്തിലുള്ള ആൾക്കാർക്ക് നല്ലത് നടക്കുന്നുള്ള കാര്യം പറഞ്ഞു, അതുകൊണ്ടാണ് ഞാൻ കൊണ്ടുവച്ചത്. അങ്ങനെ ഏത് അമ്പലം എന്നുള്ള കാര്യം സച്ചി ചോദിക്കുമ്പോ, പറഞ്ഞു കഴിഞ്ഞാലും നിനക്ക് അതിനെ കുറിച്ച് എങ്ങനെ അറിയുന്നത്? ചാരായക്കട എവിടെ എന്നുള്ള കാര്യമല്ലേ നിനക്കറിയൂ? അപ്പോ എനിക്ക് എതിരായിട്ട് വേറൊരു നാരങ്ങ കൊണ്ടേ വെച്ചു അല്ലേ? പിന്നെ നീ വലിയ ഉസൈൻ ബോൾട്ട് അല്ലേ? അതാരടാ നെട്ട് ബോൾട്ട് എന്ന് ചന്ദ്ര ചോദിക്കുന്ന സമയത്ത്, ഉസൈൻ ബോൾട്ട് അയാള് ഓട്ട മത്സരത്തില് റെക്കോർഡ് നേടിയ ആളാണ്. എടാ, നിന്നേക്കാളും വലിയ ഓട്ടക്കാരൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടോ? ഇപ്പൊ നിങ്ങൾ എന്തിനാണ് ആ നാരങ്ങ മേടിച്ച് വെച്ചിരിക്കുന്നത്? പോയിട്ട് ആ നാരങ്ങ മേടിച്ച് വെച്ചിരിക്കുന്നത്? അത് കുടുംബത്തിലെ നല്ലതിന് വേണ്ടിയിട്ട്. നല്ലതിന് വേണ്ടിയിട്ടല്ലേ? നമുക്ക് നോക്കാം ഏത് നാരങ്ങയ്ക്കാണ് ശക്തി കൂടുതൽ എന്ന്. എന്തായാലും ഇന്നൊരു രാത്രി മാത്രമല്ലേ ബാക്കിയുള്ളൂ, അതിനുള്ളിൽ അറിയാൻ വേണ്ടി പറ്റും. അയ്യോ, എന്റെ സ്വർണ്ണം എടുത്തവർക്ക് നാളെ എന്താണാവോ സംഭവിക്കാൻ വേണ്ടി പോകുന്നേ എന്നൊക്കെ പറഞ്ഞിട്ട് വായൊരു വശത്തേക്ക് ഓടിക്കുമ്പോഴേക്കും സച്ചിൻ എന്തൊക്കെ കാണിക്കുന്നെന്ന് പറഞ്ഞിട്ട് രേവതി അവിടുന്ന് കൂട്ടിക്കൊണ്ടു പോവാണ്. അത് കേട്ടിട്ട് ചന്ദ്രയും അതുപോലെ ശ്രുതിയും ഭയങ്കരമായിട്ട് ഭയന്നിങ്ങനെ നിൽക്കുവാണ് കേട്ടോ. ഇന്ന് രാത്രിയോട് കൂടിയിട്ട് അവരുടെ കള്ളത്തരങ്ങൾ പൊളിയുന്നുണ്ട്. അതിന്റെ വിശേഷങ്ങൾ നാളത്തെ എപ്പിസോഡിൽ അപ്ലോഡ് ചെയ്യാം കേട്ടോ. കേൾക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് എപ്പിസോഡിൽ ഒന്ന് കമന്റ് ചെയ്തേക്കണേ. അതുപോലെ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യും.